നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വാശി വൈരാഗ്യമൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാന്നല്ലേ പറയുന്നത്. നിഷ്പക്ഷനാണ് എന്ന് നിങ്ങൾ പറയുന്നത് സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കാനാണ്. അത് ഞങ്ങൾക്ക് തിരിയും. അതെ, ഞാൻ പറയുന്നു പ്രിയപ്പെട്ട എന്റെ പിതാവിന്റെ പ്രായമുണ്ടെന്ന് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ ആദരിക്കുന്നു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞോ? മുജാഹിദിന്റെ മോനെ നേരത്തെ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്, എന്നിട്ട് നിങ്ങളുടെ വീക്ഷണം പറയും. അതാ ക്ലിപ്പ് കാണും വേണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം കാണിക്കും, ഞങ്ങൾ കാണിക്കാനല്ലേ കൊണ്ടുവന്നത്, ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ ചോദിച്ചതിന് പാവപ്പെട്ട സുഹൃത്തിന് മറുപടിയില്ല. നിങ്ങൾ നോക്കണം, ഇത് മുജാഹിദുകളുടെ ഒരു നാടകീയ കളിയാണ്. സ്വന്തം നേതാവിന്റെ വിവരക്കേട് പോലും സമ്മതിക്കാൻ സ്വന്തം അണികൾക്ക് സാധ്യമല്ലാത്ത വിധം അത്രയും വലിയ അപകടങ്ങൾ പറയുന്ന ഒരവസ്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളിൽ സംജാതമായപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അണികൾക്ക് പോലും ആ വിവരക്കേടിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ഗതികേട് വരുന്നു. ഇനി ഞാൻ പറയുന്നു, ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ക്ലിപ്പ് കാണിച്ചു തരാം. കാണിച്ചു തരില്ല എന്ന് ഞാൻ പറയുമ്പോഴല്ലേ ഈ വിഷയത്തിൽ എതിർപ്പ് വരുന്നത്, വിദേശം വരുന്നത്. ഞാൻ നാടകീയം കളിച്ചു എന്നൊക്കെ പറയേണ്ടി വരൽ എപ്പോഴാണ്? കാണിച്ചു തരില്ല, സൗകര്യമില്ല എന്ന് ഞാൻ പറയുമ്പോഴല്ലേ ഞാൻ കാണിച്ചു തരാൻ തന്നെ പറയുന്നത്. പക്ഷേ ഈ ആദർശത്തിൽ നിന്ന് ഞങ്ങൾ മുജാഹിദുകളോട് സലാം ചൊല്ലി, എന്നിട്ട് ഈ ആശയത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ പറയുമോ? ഇല്ലേ? എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് സൗകര്യമില്ല കാണിച്ചു തരാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? നേതാക്കൾ പറയുന്നത് പോലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ടാ യെസ്സോർന്നോ രണ്ടാലൊരു മറുപടി പറയൂന്ന് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ നിഷ്പക്ഷമായി എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ പറയേണ്ടത് എന്താണ്? മുജാഹിദ് പറഞ്ഞ ഒരു അപകടം നമ്മൾ കാണിച്ചപ്പോ ഒരാൾ ചോദിക്കുകയാണ്, അതിന് അപ്പുറം ഇപ്പുറം കേൾപ്പിക്കാൻ സാധ്യമാണോ? അപ്പൊ നമ്മൾ പറയാണ്, അപ്പുറവും ഇപ്പുറം കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ ഒരാശയം വലിച്ചെറിഞ്ഞ് സുന്നികളോടൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുന്നതല്ലേ നിഷ്പക്ഷമാന്റെ ചോദ്യമാകേണ്ടത്. ഞാനതല്ലേ പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല, കാണിച്ചു തരില്ല എന്നും പറഞ്ഞിട്ടില്ല, അതിന് സൗകര്യമില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാണിച്ചു തരാം, അതുമായിട്ടാ ഞങ്ങൾ വന്നത്. പക്ഷേ കാണിച്ചു തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫലം വേണം. നിങ്ങൾ കേടുവരണമെന്ന് ഉദ്ദേശിക്കുന്നവരല്ല, നിങ്ങൾ നന്നാകണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരുമ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പക്ഷം നിങ്ങളത് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തിൽ സുന്നികളോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? ആണോ അല്ലേ? ഇതല്ലേ ഞാൻ ചോദിച്ചത്. അതിന് യെസ്സോർന്നോ രണ്ടാലൊരു മറുപടി പറയൂ നിങ്ങൾ. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരിക തന്നെ ചെയ്യും. ഞങ്ങൾ പറഞ്ഞത് ഉസ്താദിന് ഇപ്പൊ ആശയക്കാരനാണെന്ന് കൂട്ടിയാൽ പോലും ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറല്ല. കാണിക്കാൻ പറ്റോ ഇല്ലേ? കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ മുജാഹിദുകൾക്ക് അവർക്ക് ഒന്നുകൂടെ ഉറപ്പ് വരുത്തുകയാണ് അവര് എന്നാണ് ഇപ്പൊ നമുക്ക് തിരിഞ്ഞ സ്ഥിതിക്ക്. ഇൻഷാ അല്ലാഹ് മോനെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. കണ്ടോ? ആദ്യം നിങ്ങൾ പോകരുത്, കേൾക്കണം. അഭിപ്രായം പറയട്ടെ. ഹലോ, പ്രിയമുള്ളവരെ, ഇവിടെ കുറച്ചധികം നേരമായി ഇങ്ങനെ നടക്കുന്നു. മുജാഹിദ് വിഭാഗം ഇത് കാണിച്ചാൽ അതിൽ നിന്നും പിന്മാറുമോ ഇല്ലയോ എന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ അവർ ഒന്നും പറയുന്നില്ല. ഉസ്താദ് കാണിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അവർ അത് കാണിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ദയവ് ചെയ്ത് ഉസ്താദ് കാണിക്കണ്ട. കാരണം അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. വെറുതെ സമയം കളയുകയാണ് അവർ സമയം കളയുകയാണ്. നമ്മൾ കാണിക്കും, ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിക്കും. പക്ഷേ അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ ഒന്നുകിൽ അവർ മുജാഹിദിന്ന് രാജിവെച്ച് അന്യമതം സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരണം. അതാണ് നിഷ്പക്ഷമായി പറയുന്നവരുടെ മറുപടി. ഇതിനാണ് നിഷ്പക്ഷം എന്ന് പറയല്. അതല്ലാതെ മുജാഹിദുകൾക്ക് ചൂട്ടുപിടിച്ച് സംസാരിക്കുക എന്നതിന് നിഷ്പക്ഷം എന്ന് പേര് വെച്ചാൽ പഞ്ചസാര ചാക്കിന് സിമന്റ് എന്ന് എഴുതി വെച്ചതുപോലെയാകും.
സഹോദരന്മാരെ, ഇവിടെയാണ് ന്യായം. അന്യായവും ന്യായവും തിരിയാത്തവരല്ലല്ലോ നമ്മള്, മൃഗത്തെക്കാൾ അതപ്പതിച്ചവരല്ലല്ലോ നമ്മള്, വിവേകമുള്ളവരാണ്. ഞാൻ ആദ്യം കേൾപ്പിച്ച ആ ക്ലിപ്പ് ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. എന്നതിനു ശേഷം ഇൻഷാ അള്ളാ ഞാൻ അതിന്റെ പൂർണ്ണഭാഗം കേൾപ്പിച്ചു തരാം. ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അള്ളാ ആ ഭാഗം നിങ്ങൾ ആദ്യം കേൾക്കുക. എന്താ പറയുന്നത്? യഥാർത്ഥത്തിൽ കേൾക്കണം നിങ്ങൾ, യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമേ. നോക്കണം നിങ്ങൾ, ഗൗരവമുള്ള തെറ്റല്ലേ ഇത്? ബാലേട്ടൻ മുസ്ലിമല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ബാലേട്ടനും പറയും ഞാൻ അമുസ്ലിമാണ്, ഞാൻ ഹിന്ദു മതക്കാരനാണ്, അഭിമാനത്തിൽ പറയും. അവിടെ തീവ്രവാദമില്ല, വർഗീയതയില്ല. പക്ഷേ മുജാഹിദിന്റെ നേതാവ്, പ്രസ്ഥാനത്തിന്റെ പേര് തന്നെയുള്ള നേതാവ്, അയാൾ പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അടിസ്ഥാനത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം പറ്റിപ്പോയി. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മാനദണ്ഡം മുജാഹിദുകൾക്ക് അറിയാതെ പോയി. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ കാരണങ്ങൾ എന്തെന്നറിയാതെ മുജാഹിദുകൾ വട്ടം തിരിയേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഷഹാദത്ത് കലിമ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നേതാവ് മുജാഹിദിന്റെ പണ്ഡിതം പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണ്. ആദ്യം നിങ്ങൾ അതൊന്ന് കേൾക്കുക. അതുകൊണ്ടല്ലേ നമ്മളെ മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വന്നത്, അതുകൊണ്ടല്ലേ നമ്മളെ കൊല്ലണം എന്ന് പറഞ്ഞത്. ആദ്യം നിങ്ങൾ അത് കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ തീർത്ത് കേൾപ്പിച്ചു തരാം. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഇതാണ് നേരത്തെ ഇട്ട ക്ലിപ്പ്. ഇനി അതിന്റെ പരിപൂർണമായ ക്ലിപ്പ് ഇടുകയാണ്. ആ ചോദ്യം ചോദിച്ച ആളുകൾ കേട്ടോളി. ഫുള്ളാണ്. അതിന്റെ അപ്പുറം ഇടാൻ പറഞ്ഞ ആളുകൾ ശരിക്കും ശ്രദ്ധിക്കാം.